സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗ്ഗത്തിലെ കർത്താവ് എന്ന് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത്, ആ കരുതലിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്ന് പകല് സ്തോത്രമാലേ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന ഉപകാരങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമ്മളെ മറക്കാതെ ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദൈവം അവകളിൽ സ്തോത്രം. ദൈവപ്രവൃത്തികൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവപ്രവൃത്തികൾ ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. കർത്താവ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി പ്രകാരവുമല്ല കർത്താവ് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ്, നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ആര് ചെയ്യുന്നത്? കർത്താവ് ചെയ്യുന്നത്. സ്തോത്രം. ഓരോ ദൈവത്തിന്റെ വചനത്തിനകത്ത് വിളിച്ച് പറയുന്നത് പോലെ ഓരോ അവയാലയും മണിക്കകത്ത് ഓരോ അരിക്കകത്തും അവൻ എന്ത് കഴിക്കണമെന്ന് ആര് ചിന്തിച്ചിട്ടുണ്ട്? കർത്താവ് ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് വരുന്നില്ല? ഒന്നും വരുന്നില്ല. സ്തോത്രം. അപ്പൊ പ്രതികൂലമായാലും നന്മയായാലും കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് വരത്തില്ല. സ്തോത്രം. ഇന്ന് പകല് പ്രിയ അമ്മയാൽ ദൈവമക്കളെ പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റെടുത്ത് ഇന്ന് പൂർണ്ണമായ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്തും ആരും മറുപടി തരും? കർത്താവ് മറുപടി തരും. ചില വിഷയത്തിനകത്ത് മറുപടി തരാത്ത എന്താ? സ്തോത്രം. നമ്മുടെ കുറവുണ്ട്, ഒന്ന് നമ്മുടെ മടുപ്പ്, സ്തോത്രം. മൂന്നാമത് നമ്മുടെ വിശ്വാസക്കുറവ്. ഏറ്റവും വലിയ കാര്യമാണ് വിശ്വാസക്കുറവ്. കിട്ടുമോ കിട്ടത്തില്ലയോ? കർത്താവിന്റെ സന്നിധി അങ്ങനൊരു വാക്കില്ല. കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊരു വാക്കില്ല. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിന് അർഹതപ്പെട്ടതാണെങ്കിൽ, ദൈവനാമത്തിൽ നമുക്ക് അത് അർഹതപ്പെട്ടയാണെങ്കിൽ നിശ്ചയമായി ആര് തരും? നമുക്ക് അർഹതപ്പെട്ട കാലത്തിൽ ആര് തരും? ദൈവത്തിന്. അത്യാഗ്രഹത്തിന്റെ കൂടെ ആര് നിൽക്കത്തില്ല? കർത്താവ് നിൽക്കത്തില്ല. അത്യാഗ്രഹത്തിലൂടെ കർത്താവ് നിൽക്കത്തില്ല. പക്ഷെ നമ്മുടെ ആവശ്യം അത് ജനുവിനാണെങ്കിൽ ആര് നിൽക്കും? കർത്താവ് നിൽക്കും. കർത്താവ് മറുപടി തരും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത്, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അപ്പുറമായിരിക്കും ആരുടെ പ്രവൃത്തി? ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് പകല് ഏത് വിഷയമാവട്ടെ, സ്തോത്രം. കാലതാമസങ്ങളുള്ള വിഷയങ്ങളുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ച് ഒരുപാട് കാലതാമസമുള്ള വിഷയങ്ങളുണ്ട്. ഏത് വിഷയമാവട്ടെ, എന്റെ കർത്താവ് എനിക്ക് മറുപടി നൽകുന്നത് പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി കർത്താവ് അതിനകത്ത് മറുപടി നൽകും. ദൈവം മറുപടി നൽകും. സ്തോത്രം. ഒരു വചനത്തിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത ഭാഗമാണ്. അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് പെട്ടെന്ന് വരാം. സ്തോത്രം. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കും. സ്തോത്രം. അന്ത്യകാലത്ത് ദുർഘട സമയം വരും. മനസ്സിലാക്കിക്കോണം. അന്ത്യകാലത്ത് പ്രതികൂലങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഇതെല്ലാം ദൈവം മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിരിക്കും. അന്ത്യകാലം സുഖമുള്ളതൊന്നുമല്ല. അന്ത്യകാലത്ത് നിന്നുകൊണ്ട് പ്രതികൂലമുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധികളുണ്ട്. അന്ത്യകാലത്ത് ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. ഒരിക്കലും അന്ത്യകാലം ഒരു സുഖമുള്ളതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന സമയമാണ്. കർത്താവിന്റെ കാലങ്ങൾക്ക് മുമ്പേയുള്ള ദൂത അന്ത്യകാലമുണ്ട്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. ഈ ലോകം ഇങ്ങനെ പോകത്തില്ല. ലോകത്തിനൊരു അവസാനമുണ്ട്. സ്തോത്രം. മനുഷ്യൻ പലതും കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അവൻ ചിന്തിക്കുന്നതിനപ്പുറമായി കണ്ടുപിടിച്ചോണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടിരിക്കുക. അവസാനമുണ്ട്. സ്തോത്രം. ഓരോന്ന് കണ്ടുപിടിക്കുമ്പോഴും മനുഷ്യൻ അഹങ്കരിക്കരുത്. ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്. ഇതൊന്നും നിന്നെ എന്ത് ചെയ്യത്തില്ല? ശാശ്വതമായ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നില്ല. സ്തോത്രം. ഞാൻ ശക്തമായിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ തലമുറയ്ക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ലോക ജഡബുദ്ധിന്ന് അവർ പുറത്തു വരാം. ലോക ജഡബുദ്ധിന്ന് അവർ പുറത്തു വരേണ്ടത്. ലോക ജഡബുദ്ധിയിൽ നടക്കുന്നവൻ മണ്ടൻ. അവൻ തകർന്നു പോത്തേ ഉള്ളൂ. അവന് ജയം പ്രാപിക്കാൻ കഴിയത്തില്ല. അത്യാഗ്രഹത്തിൽ നാം പുറത്തു വരാം. ജഡമോഹങ്ങളിൽ നാം പുറത്തു വരാം. സ്തോത്രം. അവൻ ആരെ ആശ്രയിക്കാം? നേരത്തെ ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞതുപോലെ
യഹോവയായ ദൈവത്തെ ആശ്രയിക്കുന്നത്. പ്രതികൂലം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നന്മ വരുമ്പോഴും അനുഗ്രഹം വരുമ്പോഴും ഉയർച്ച വരുമ്പോഴും എല്ലാം ആരെ മഹത്വപ്പെടുത്താവും? ദൈവത്തെ മഹത്വപ്പെടുത്താവും, ദൈവത്തെ മഹത്വപ്പെടുത്താവും. സ്തോത്രം. അതല്ലാതെ ആരെ മഹത്വപ്പെടുത്തല്ലേ? മനുഷ്യനെ ആശ്രയിക്കല്ലേ, മനുഷ്യനെ മഹത്വപ്പെടുത്താൻ പോകല്ലേ. ആരെ മഹത്വപ്പെടുത്താവും? സ്വർഗീയ ദൈവത്തെ മഹത്വപ്പെടുത്താവും, ദൈവത്തെ മഹത്വപ്പെടുത്താവും. എന്ത് നമ്മുടെ ദൈവത്തിനകത്ത് ദൈവം തന്നാലും സ്തോത്രം, പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും എല്ലാം ആരെയാ മഹത്വപ്പെടുത്തേണ്ടത്? ദൈവത്തെയാ. പ്രതികൂലം വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട കാര്യം എന്തുവാ? ആ പ്രതികൂലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ട ആരാ? ദൈവമാ. നമ്മുടെ പ്രതികൂലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ട ആരാ? ദൈവമാ. നന്മ തന്നാരാ? ദൈവമാ. അപ്പോഴും ദൈവത്തെ എന്ത് ചെയ്യാവും? മഹത്വം കൊടുക്കാവും. നമ്മുടെ ഭവനത്തിന്റെ നായകൻ ആരാ? ക്രിസ്തുവാ. ക്രിസ്തുവാ. നമുക്ക് വേണ്ടി മരിച്ച ആരാ? ക്രിസ്തുവാ. നമ്മളെ ഏറ്റെടുത്ത ആരാ? ക്രിസ്തുവാ. നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആരാ? ക്രിസ്തുവാ. നമ്മളെ കഷ്ടങ്ങളിൽ നമ്മളെ ഉയർത്തേണ്ടത് ആരാ? ക്രിസ്തുവാ. നമ്മളെ അപമാനം മാറ്റുന്നത്, പരിഹാസം മാറ്റുന്നത് ആരാ? ക്രിസ്തുവാ. അപ്പോൾ നമ്മളെ മഹത്വവും എല്ലാം ആർക്കെ പോവും? ദൈവത്തിനെ പോവും. മനുഷ്യന് പോകരുത്, മനുഷ്യനെ ആശ്രയിക്കരുത്. മനുഷ്യനെ ആശ്രയിക്കുന്നവൻ കുലുങ്ങിപ്പോവും. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ എന്ത് ചെയ്യുന്നില്ല? കുലുങ്ങി പോകത്തില്ല. ഇന്ന് പകലും പൂർണ്ണമായി ഏറ്റെടുത്തു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുലുങ്ങി പോകത്തില്ല. അന്ത്യകാല ലക്ഷ്യം പറയുക, അന്ത്യകാലത്ത് എന്തുണ്ടാവും? പ്രതികൂലം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും. അന്ത്യകാലത്ത് എന്തുണ്ടാവും? പ്രതികൂലം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അഭിഷേകം പ്രാപിക്കണം. ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ നിധിയതാ. അവര് പ്രാപിച്ചതിൽ ഏറ്റവും വലിയ നിധിയതാ. അവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ അഭിഷേകം പ്രാപിച്ചവനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ലോകത്തിന് ഒരിക്കലും അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ലോകം മോഹത്തിന് അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ജഡമോഹത്തിന് അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. സകലത്തിനെ അവൻ ജയിച്ച് അവൻ ആരോട് ചോദിക്കത്തുള്ളൂ? അവന്റെ എന്ത് അഭിപ്രായം ആരോട് ചോദിക്കത്തുള്ളൂ? ദൈവത്തോട് ചോദിക്കത്തുള്ളൂ. ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കത്തുള്ളൂ. അവനെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം. നമ്മളെല്ലാം പല പാളിച്ചയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ അഭിപ്രായം നമ്മൾ ആരൊക്കെ ഉപയോഗിക്കുന്നത്? മനുഷ്യന്റെ മുഖം പലപ്പോഴും നോക്കുന്നത്. അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നോക്കും. സ്തോത്രം. എനിക്കങ്ങനൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ഞാൻ പറയണ്ടേന്ന് പറയും. ഞാൻ ആരെ നോക്കത്തുള്ളൂ? ദൈവത്തെ നോക്കത്തുള്ളൂ, ദൈവത്തെ നോക്കും. എങ്കിൽ പോലും ചില കാര്യങ്ങളിനകത്ത്, ചില കാര്യത്തിനകത്ത് നമ്മൾ ഞെരുങ്ങാറുണ്ട്. ചില ബന്ധങ്ങളെ ഓർത്ത് മിണ്ടാതിരിക്കാറുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ബന്ധമൊന്നും എന്ത് ചെയ്യല്ലേ, നോക്കല്ലേ എന്നാ പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങളോട് ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. ചില കാര്യങ്ങളോട് സ്തോത്രം. പക്ഷെ ചിലവര് മൊത്തം കാര്യങ്ങളും മനുഷ്യരെ നോക്കിയിരിക്കുന്നു. അതാ ഏറ്റവും വലിയ പാളിച്ച. മൊത്തം കാര്യങ്ങൾ, ജീവിതത്തിനകത്ത് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെല്ലാം ആരോട് ചോദിക്കാവൂ? ദൈവത്തോടെ ചോദിക്കാവൂ, ദൈവത്തോടെ ചോദിക്കാവൂ. കാര്യം ആ ഇമ്പോർട്ടന്റ് ആയ വിഷയത്തിനകത്ത് ജയം തരേണ്ടത്, വിടുതൽ തരേണ്ടത് ആരാ? കർത്താവാ, കർത്താവാ. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു സുഹൃത്ത് സ്തോത്രം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ശുശ്രൂഷയില് ഏറ്റവും കൂടുതൽ സ്തോത്രം മറ്റ് സഭയ്ക്കകത്ത് അല്ലെങ്കിൽ മറ്റൊരു മീറ്റിംഗിലേക്ക് സ്തോത്രം പാസ്റ്റർമാർ കൂടുതൽ വിളിക്കാത്തതിന്റെ കാര്യമെന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്കത് ചിന്തിച്ചു, വാക്കിനകത്ത് ഒരുപാട് ചിന്തിച്ചു. അത് ഏറ്റെടുത്ത് അതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. വിശ്വാസികളെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാൻ പാസ്റ്റർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സഭയുടെ വിശ്വാസികളെ കുറിച്ച് കുറ്റം പറയുന്നത് പാസ്റ്റർമാർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പാസ്റ്റർമാരെ കുറ്റം പറയുന്നത് അവർക്ക് ഇഷ്ടമാണ്. പാസ്റ്റർമാർ തെറ്റ് പറയാൻ പാടില്ല. പാസ്റ്റർമാർ തെറ്റ് പറയാൻ പറ്റുന്നില്ല. പക്ഷെ വിശ്വാസികളുടെ തെറ്റ് എന്ത് ചെയ്യണോ? പറഞ്ഞോ, അത് കുഴപ്പമില്ല. പാസ്റ്റർ എന്ത് ചെയ്യാം? വിശ്വാസികൾ. എന്റെ പ്രസംഗത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആർക്കാ പ്രശ്നം വരുന്നത്? അപ്പൊ ഒരാൾ എനിക്ക് അത് ബോധ്യപ്പെടുത്തി തന്നപ്പോഴേ നിന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. അതാ മീറ്റിംഗ് കിട്ടാത്ത, അതാ എന്ത് കിട്ടാത്ത? മീറ്റിംഗ് കിട്ടാത്ത. സ്തോത്രം. മീറ്റിംഗിൽ ആരാ വിളിക്കണ്ടേ? വിശ്വാസിയല്ല വിളിക്കണ്ടേ? ആരാ വിളിക്കണ്ടേ? പാസ്റ്റർ ജയിക്കുന്നത്. ഇന്നല്ല മീറ്റിംഗിന് വിളിക്കാറ്. പക്ഷെ ആ പാസ്റ്റർ വിളിക്കാത്ത എന്തുകൊണ്ടാ? പാസ്റ്ററെ വിളിച്ചിട്ട് ഫസ്റ്റ് തന്നെ തലക്ക് കൊള്ളുന്നത് പാസ്റ്ററായിരിക്കും. വിശ്വാസികളെ ചിലപ്പോൾ ഒന്നുകൂടും ബോധ്യപ്പെടുത്തി കൊടുക്കും. നമ്മുടെ പാസ്റ്റർ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് ആ പാസ്റ്റർ വിളിക്കൂ. അതാ വിളിക്കാത്ത. സ്തോത്രം. സ്തോത്രം. അതെ, സ്തോത്രം. വഴി കൊടുത്ത് അരി മേടിക്കണ്ടെന്ന് ഓർത്താ വിളിക്കാത്ത. ഞാനൊക്കെ ചിന്തിച്ചു, കറക്റ്റ് കാര്യമാണ്. കാര്യം സ്തോത്രം. ഇവിടെ പാസ്റ്റർ വിശ്വാസിയൊന്നുമില്ല. ഇവിടെ ഒറ്റ നായകനേ ഉള്ളൂ. ആരാ? ക്രിസ്തുവിനെ ഉയർത്താനാ സഭ വന്നിരിക്കുന്നത്.
ദൈവജനം വന്നിരിക്കുന്നത്, പാസ്റ്റർ വന്നിരിക്കുന്നത് ക്രിസ്തുവിനെ ഉയർത്തുവാൻ, ദൈവവചനത്തെ ഉയർത്തുവാൻ. അപ്പോൾ ആ ദൈവവചനത്തെ ഉയർത്തുവാൻ, ദൈവവചനത്തെ നോക്കി പ്രസംഗിക്കേണ്ട കാര്യം എന്തുവാ? അതിനെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ മനുഷ്യരെ സൂക്ഷിക്കാനാണ്. അങ്ങോട്ട് കയറിയിട്ട് തങ്കച്ചൻ പാസ്റ്റർ നല്ലതാ, ജോസ് പാസ്റ്റർ നല്ലതാ, സ്തോത്രമാലെ സാലം പാസ്റ്റർ നല്ലതാ, അയ്യോ നല്ല ദൈവദാസന, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അയ്യോ അവരുടെ മക്കളെ വിട്ടിരിക്കുന്നത് നല്ലതിനാ എന്നേ പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. ഞാൻ എന്നും എന്റെ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങളെ പാപത്തിന്റെ മാർഗത്തിനകത്ത് ഞാൻ വരത്തില്ല. സ്തോത്രം. എന്റെ മക്കളാന്ന് പറഞ്ഞ് ഞാൻ വരത്തില്ല, അതിന് എന്നെ കിട്ടത്തില്ല. അങ്ങനെ അപ്പന്മാരുണ്ട്, അങ്ങനെ അപ്പന്മാരായ കോമന്മാരെല്ലാം ഉണ്ട്, പക്ഷെ എന്നെ കിട്ടത്തില്ല. സ്തോത്രം. എന്റെ മക്കൾ എന്ത് കാണിച്ചാലും എന്റെ മക്കൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ കൂടെ വരത്തില്ല. എന്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും. അതിനകത്ത് ഒരു മാറ്റമില്ല. അത് പരസ്യമായിട്ട് പറയുന്നിടത്ത് പരസ്യമായിട്ട് പറയും, എന്റെ കുഞ്ഞുങ്ങൾ ദൈവവചനത്തിന് വിട്ടാ പോകുന്നത്. ശരിയായ റൂട്ടല്ല, ശരിയായ റൂട്ടല്ല. സ്തോത്രം. അവര് പലപ്പോഴും എന്നോട് പറയുന്നുണ്ട്, സ്തോത്രം, ചില കാര്യത്തിനകത്ത് സ്നേഹം കാണിക്കത്തില്ല. അതിനകത്ത് എനിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്തുവാ? ദൈവവചന പ്രകാരമുള്ള ജീവിതത്തിനകത്ത് ഒരു സ്നേഹവും ഇല്ല. ദൈവവചന പ്രകാരം ജീവിച്ചില്ലെങ്കിൽ തെറ്റ് തെറ്റെന്ന് തന്നെ പറയാം, മാറ്റരുത് എന്ന് പറയും. അവിടെ എനിക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. എക്സ്ക്യൂസും ഇല്ല. തെറ്റാ. അതെന്റെ മക്കളെ വളർത്തുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. എന്റെ മക്കളെ തന്ന ദൈവമാണ്. മക്കളെല്ലാം എത്രയോ പേര് കരയുന്നു, ഒരു കുഞ്ഞിനു വേണ്ടി കരയുന്നു. അപ്പോഴ് എനിക്ക് കുഞ്ഞുങ്ങളെ തന്ന ആരാ? കർത്താവാ. എന്റെ കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാ? അവരെ ദൈവവചന പ്രകാരം പഠിപ്പിക്കാനാ, ദൈവവചന പ്രകാരം അവരെ വളർത്താനും പഠിപ്പിക്കാനാ. അപ്പൊ ദൈവവചന പ്രകാരം അവരെ ഞാൻ വളർത്തിയില്ലെങ്കിൽ ഞാൻ പരാജയമാണ്. എന്റെ മക്കൾ വളർന്നില്ല എന്ന് എന്റെ വിഷയമല്ല. എന്നെ പഠിപ്പിക്കാനാ പറഞ്ഞത്, ഞാൻ പഠിപ്പിക്കും. എന്റെ അവസാനം വരെ ഞാൻ ഉപദേശിച്ചുകൊണ്ടിരിക്കും, പഠിപ്പിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. അവര് നടന്നോ നടന്നില്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. അവര് നടന്നാൽ, അവര് നടന്നില്ലെന്ന് പറഞ്ഞ് അവരുടെ പാപത്തിന് ഞാൻ കൂട്ടുനിൽക്കത്തില്ല. അവര് പറയുന്ന എല്ലാ പരിപാടിക്കും ഞാൻ കൂട്ടിയിരിക്കത്തില്ല. എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്തുവാ? ദൈവവചനമാണ്. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന കാര്യമാണ്. ശുശ്രൂഷയായിരിക്കും വിഷയം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ശുശ്രൂഷയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ കുടുംബത്തിന് വലിയ ഇമ്പോർട്ടൻസ് എനിക്ക് ശുശ്രൂഷയാണ്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് ഞാൻ സത്യവസ്ഥയോടെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം പോകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോ എനിക്ക് ചിന്തിച്ചു ശരിയാ. ബാക്കിയുള്ള പ്രാസംഗികന്മാരെല്ലാം പാസ്റ്റർമാരെ സൂക്ഷിക്കുക. സഭയ്ക്കകത്ത് എന്നിട്ട് പറയും, വിശ്വാസികളുടെ ഇടയ്ക്ക് കുളവന്മാരുണ്ട്, ചേരയുണ്ട്, ഇതെല്ലാം ചുറ്റും എന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴേ പാസ്റ്റർമാർക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്തുവാ? പൊട്ടുന്നതെല്ലാം ആർക്കാ? വിശ്വാസിക്ക് കൊടുക്കും ഭയങ്കര സന്തോഷം. കർത്താവിന്റെ വചനം പറയുന്നു, നീ ഒരു വിരല് ചൂണ്ടുമ്പോ 4 വിരല് നിന്നെ ചൂണ്ടിരിക്കും. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാതൃകയില്ല എങ്കിൽ, ദൈവവചനം പഠിപ്പിക്കാൻ നിനക്ക് മാതൃകയില്ലെങ്കിൽ പണി വിട്ട് പൊക്കോണം. ഇത് മാതൃകയോട് പോകണതാ. നിന്റെ തലമുറയുടെ സുഖത്തിന് വേണ്ടി പോകേണ്ടതല്ല, നിന്റെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി പോകേണ്ടതല്ല. വലിയ സൂചനകളും എല്ലാം പറയും. ഞാൻ മക്കള് അങ്ങനെ ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ മക്കള് എനിക്കപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ആണോ പോവാം, അല്ലെങ്കിൽ വീട് വിട്ടു പോവാം, എന്നെ വിട്ടു പോകണം. സ്തോത്രം. ഞാനുമായിട്ടൊരു ബന്ധവും കാണും. എന്നെ ഒന്നിനും വിളിക്കല്ലേ, ഞാൻ ബന്ധം ഉണ്ടാവത്തില്ല. അയ്യോ എന്റെ അപ്പനും അമ്മ ഇതാന്ന് പറഞ്ഞ എന്റെ അടുത്ത് സെന്റിമെന്റ്സുമായിട്ട് വരണ്ട. എനിക്കുള്ള സെന്റിമെന്റ്സും എനിക്കുള്ള സന്തോഷവും നിങ്ങൾ കർത്താവിന്റെ വേലയില്ല. കർത്താവിന്റെ വേലയ്ക്കായി ഒരുക്കപ്പെടുന്ന കാര്യം എന്തുവാ? എന്റെ ജീവിതത്തിനകത്ത് എന്ത് കിട്ടിയാലും അത് ആര് തന്നതാ? കർത്താവ് തന്നതാ. അപ്പൊ എന്റെ കർത്താവ് എനിക്ക് തന്നിട്ട് എന്റെ മക്കൾക്ക് ലോകപരമായുള്ള കാര്യങ്ങളെ സെലക്ട് ചെയ്യാനാണോ ദൈവം എനിക്ക് തരുന്നത്? എനിക്ക് തരുന്ന എന്തിനു വേണ്ടിയാ? എന്റെ മക്കളെ യഥാർത്ഥമായ ദൈവത്തോട് അടുപ്പിക്കണം. എന്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം, മക്കൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കണം, മക്കൾക്ക് വാഹനം മേടിച്ചു കൊടുക്കണം. ഇത് ആര് തന്നതാ? ദൈവം എനിക്ക് തന്നതാ. അപ്പൊ ഇവരെ എന്ത് ചെയ്യണം? ഞാൻ ദൈവമായിട്ട് അടുപ്പിക്കണം. അത് ജോലി എന്റെ. എനിക്ക് ദൈവം തന്നപ്പോൾ അത് ചെയ്യേണ്ടത് എന്തുവാ? ഞാൻ ആരുമായിട്ട് അടുപ്പിക്കണം? ദൈവമായിട്ട് അടുപ്പിക്കണം. അവരെ ആത്മീയമായിട്ട് അടുപ്പിക്കണം. അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണം. അതിനെ കർത്താവ് വിളിച്ച് സ്തോത്രം. ഞാൻ മക്കളോട് പറയാറുണ്ട്, ഒരു കാര്യം പറയാറുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പൈസക്കും കണക്കുണ്ട്, നിങ്ങൾക്ക് മേടിച്ചു തരുന്ന ഓരോ കാര്യത്തിനും കണക്കുണ്ട്. ആരോട് കണക്ക് പറയണം? ദൈവത്തോട് കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവത്തോട് കണക്ക് പറഞ്ഞിട്ടുള്ളൂ. കാര്യം ദൈവം തരുന്നതാ നിങ്ങൾ കഴിക്കുന്നത്, ദൈവം തരുന്നതാ നിങ്ങൾ ഉടുക്കുന്നത്, ദൈവം തരുന്നതാ നിങ്ങളെ പോക്കിൽ വരവിൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ആര് തരുന്നതാ? ദൈവം തരുന്നതാ. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് കണക്ക് പറഞ്ഞേ പറ്റൂ. സ്തോത്രം. സഭ നിങ്ങൾക്ക് വെളിപ്പെട്ടതാ, ദൈവത്തിന്റെ മക്കൾ നിങ്ങൾക്ക് വിലപ്പെട്ടതാ, സഭയ്ക്കകത്തുള്ള ഓരോ ദൈവമക്കൾ നിങ്ങൾക്ക് വിലപ്പെട്ട
സഭ നിങ്ങൾക്ക് വിലപ്പെട്ടതാ. ഏറ്റവും വലിയ വിലപ്പെട്ടത് കർത്താവാ. ആ കർത്താവ് നിങ്ങൾക്ക് വിലപ്പെട്ടതാ. ആ കർത്താവിന് വില കൊടുക്കുക. സ്തോത്രം. അല്ലാതെ സഭയെ നോക്കി അടിച്ചിട്ട് ദൈവദാസനെ പൊക്കിയാൻ പറ്റൂ? ദൈവദാസനെ പൊക്കിയ മീറ്റിംഗിന്റെ പേരോ മീറ്റിംഗ് വിളിച്ചോണ്ടിരിക്കും. മീറ്റിംഗിന് തരും. ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ അടുത്ത മീറ്റിംഗ് ബുക്ക് ചെയ്ത് വിടും. സ്തോത്രം. പക്ഷെ ഇത് ദൈവദാസന് കൊള്ളുന്നതുകൊണ്ട് ദൈവദാസം വിളിക്കൂ. ദൈവദാസന്റെ ഒരു സഭയ്ക്കകത്ത് എന്നിട്ട് പറയുക, മക്കളെ എല്ലാം വിട്ടോന്ന് വെച്ചാൽ മക്കൾ മൊത്തം കാനഡയിൽ UK ഇരിക്കുക. സ്തോത്രം. മക്കളെ അല്ലെങ്കിൽ നഴ്സിംഗിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, മക്കളെ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, മക്കളെ MBAക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, മക്കളെ അങ്ങ് സ്തോത്രം നീ ഞായറാഴ്ച ജോലി ചെയ്തു, ഞായറാഴ്ച വന്നില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരെ അടുത്ത് എന്നിട്ട് സഭയ്ക്കകത്ത് ഇതങ്ങോട്ട് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടൂ? ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ട്. സ്തോത്രം. സഭയെ സ്തോത്രം ചേരകളുണ്ട് സഭയ്ക്കകത്ത്. ചേര ചുറ്റത്തേ ഉള്ളൂ. പാസ്റ്റർ നിന്ന് കൊടുത്താൽ മതി, പേടിക്കണ്ട. സ്തോത്രം. അപ്പൊ പാസ്റ്റർ ഇഷ്ടപ്പെടും. അതിന് വിശ്വാസിയാ കുത്തുന്നത്. ഈ പ്രസംഗിക്കുന്നവരുടെ പേര് മൊത്തം കുറ്റമാണ്. എന്നിട്ട് ഇവൻ മറ്റേ വിശ്വാസിയെ കുത്തിക്കൊണ്ടിരിക്കുക. അത് സ്വയം നന്നാവും, സ്വയം താഴ്ത്തപ്പെടും. എങ്ങനെ ആര് മാനിക്കൂ? ദൈവം മാനിക്കപ്പെട്ടു. സ്തോത്രം. എനിക്ക് ആദ്യ കർത്താവിന്റെ പേരൊക്കെ അറിയപ്പോ ഞാൻ വലിയ ഫേമസ് അല്ല ആവണം, ദൈവവചനം തരുന്ന വചനത്തിനകത്ത്. ഇപ്പൊ അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഫേമസ് ആവണം, എന്നെ അതാക്കണം, ഇതാക്കണം ഒരു ചിന്തയില്ല. എന്നെ ഏൽപ്പിച്ചത് അവസാനം വരെ വിശ്വസയോട് എനിക്ക് എന്റെ കുടുംബത്തിൽ പോകാൻ പറ്റണം. സ്തോത്രം. എന്റെ തലമുറയ്ക്ക് പോകാൻ പറ്റണം. അതിന് ദൈവം കൃപ നൽകണം. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്ക് അത്യാഗ്രഹം ഉണ്ടാവരുത്, തലമുറയ്ക്ക് ജഡമോഹം ഉണ്ടാവരുത്. തലമുറ എപ്പോഴും തന്നെ താഴ്ത്തുന്നവരായിരിക്കണം, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം. സ്തോത്രം. അവർ കൂടുതൽ വചനം പറഞ്ഞില്ലെങ്കിലും വചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. സ്തോത്രം. വചനപ്രകാരം ജീവിക്കുന്നവരാണ്. അത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മളെ ദൈവമക്കൾ കുഞ്ഞുങ്ങൾ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ ഒരു വാക്കുകൂടെ അതിനകത്ത് ചേർക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഡൗട്ട് വരും. സ്തോത്രം. എന്റെ വിശ്വാസി ഏറ്റവും വലിയ വീട് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും വലിയ വാഹനത്തിൽ സഞ്ചരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ വിശ്വാസി ഈ സഭയ്ക്കകത്ത് വരുന്ന എല്ലാ ദൈവവും കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കുന്ന ദൈവം പറഞ്ഞു, പാസ്റ്റർ ഇതിനോട് ആഗ്രഹമില്ലെങ്കിൽ നമുക്കും ഇതൊന്നും ഉണ്ടാവാൻ പാസ്റ്റർ ഒരിക്കലും. ഞാനത് ഇന്നലെ രാത്രിയായിരുന്നു ചിന്തിച്ചത്. അന്ന് പറഞ്ഞല്ലോ ഇവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരും. ഈ സഭയ്ക്കകത്ത് വരുന്ന ദൈവമക്കളല്ലേ ഏറ്റവും ദേശത്ത്, അവരുടെ പട്ടണത്തിൽ, അവരുടെ ബന്ധുക്കളിൽ വെച്ച് ഏറ്റവും ടോപ്പിൽ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയപരമായിട്ടായാലും സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും ജീവിതത്തിലായാലും ലോകപരമായാലും അവരെ അനുഗ്രഹപ്പെടുവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും സ്തോത്രമല്ല ഞാൻ താഴ്ന്നു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ ദൈവമക്കൾ എന്ത് ചെയ്യണം? ടോപ്പിലാവണം. സ്തോത്രം. ടോപ്പിലാവണം. എന്റെ ദൈവമക്കളായിരിക്കണം ഏറ്റവും നല്ല വാഹനം ഉപയോഗിക്കണം. സ്തോത്രം. ഇതെല്ലാം ആഗ്രഹിക്കുന്നവരല്ല. സ്തോത്രം. ഏറ്റവും ആഗ്രഹിക്കുന്നില്ല. ചിലവർക്ക് ഈ ബദൽ വർഷം സെന്ററിൽ പോയ സ്തോത്രമാരുടെ പുള്ളിക്കാരനെ താഴ്ന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് രക്ഷ ഒരിക്കലുമല്ല. സ്തോത്രം. എല്ലാ രാജ്യങ്ങളിലും പോകണം, എല്ലാ നന്മകളും പ്രാപിക്കണം. എനിക്കത് സാക്ഷിയായിട്ട് പറയണം. എന്റെ ദൈവമക്കൾ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ കൂടപ്പിറപ്പുകളെ അനുഗ്രഹിച്ചെന്ന് പറയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരിക്കലും ആ ചിന്ത വേണ്ട. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ട്. ദൈവം ആര് തരും? ദൈവം തരും. സ്തോത്രം. ഞാൻ ആർത്തിയില്ലാത്തൊരു പാസ്താവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അത് മാത്രം അതിനകത്ത് പറഞ്ഞത്. ആർത്തിയോട് സ്തോത്രം. ലോകത്തിന്റെ ആർത്തിക്ക് വേണ്ടി ഇറങ്ങിയതല്ല, ദൈവത്തിന്റെ ആർത്തിക്ക് വേണ്ടി ഇറങ്ങിയതാ. ദൈവം എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ, അതിനകത്ത് ഇനി എന്ത് തലമുണ്ടെന്ന് അത് ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി എന്നെ ഇറങ്ങിയെന്ന് മാത്രം പറയാൻ അത് പറഞ്ഞത്. അതിനപ്പുറത്ത് വേറെ ഒന്നും അല്ല. നമ്മളെ ദൈവമക്കൾ അനുഗ്രഹപ്പെടണം. സ്തോത്രം. ദൈവവചനം പറയുക, അന്ത്യകാല ദുർഘടനങ്ങൾ വരുമെന്ന് നിങ്ങൾക്കറിയാം. അന്ത്യകാലം എന്തുണ്ടാവും? പ്രയാസവും പ്രതികൂലവും പ്രതിസന്ധി വരുമെന്ന് ദൈവവചനം മുമ്പേ നമ്മളോട് വിളിച്ചു പറയുക. അന്ത്യകാലത്ത് പലതും സംഭവിക്കും. നമ്മൾ കേൾക്കാത്തത്, കാണാത്തത്, അമികാലത്തെ സ്തോത്രം ചെയ്യാത്തതല്ല പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നതാണ് അന്ത്യകാലം. അതിനുവേണ്ടിയാണ് മുമ്പേ പറഞ്ഞിരിക്കുന്നത്. അതൊരു അന്ത്യകാലമാണ്. അതിനപ്പുറത്ത് പിന്നെ അങ്ങോട്ട് കാലമില്ല. സ്തോത്രം. അടുത്തത് സ്തോത്രം. മതി. ഒരു മിനിറ്റ്. ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്തായിട്ട് കുറച്ച് ദിവസം കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുമോ സ്തോത്രം. മനസ്സിലാക്കുവാൻ വേണ്ടി വീണ്ടും നിങ്ങളോട് പറയുമോ, നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി പറയുമോ. ഇത് എത്ര വട്ടം പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. ഒന്ന്, മനുഷ്യൻ അമികാലെ സാർത്ഥനാവാൻ പാടില്ല. ഇന്ന് നമ്മളെ ചുറ്റും കാണുന്നത് മൊത്തം എന്തു കാണുന്നത്? ഇന്ന് നമ്മളെ മൊത്തം നടക്കുന്നത് എന്തോ കാണുന്നത്? ദൈവജനം എന്ന് പറഞ്ഞ യേശുവിനെ ധരിച്ചെന്ന് പറഞ്ഞാലും എന്തുവാ നമ്മളെ മേലുള്ളത്? സാർത്ഥത. സ്തോത്രം. പട്ടിണി കിടക്കുന്നവരെ കണ്ടാൽ പോലും നമ്മൾ വേണ്ടിയത് ഇന്ന് സാർത്ഥതയെ. കാര്യം എനിക്കും എന്റെ കുടുംബവും എനിക്കും എന്റെ തലമുറയും എന്ന് മാത്രമേ ഉള്ളൂ. സാർത്ഥതയാണ്. സ്തോത്രം. സാർത്ഥത വരുമ്പോ അതിന്റെ ലക്ഷണം എന്തുവാ? ആദ്യം പറഞ്ഞെന്തുവാ?
അന്ത്യകാലം. സാർത്ഥത കൂടുന്നതനുസരിച്ച് എന്തുണ്ട്? അന്ത്യകാലം. ഇന്ന് ഏറ്റവും കൂടുതൽ സാർത്ഥതയുടെ ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. സാർത്ഥതയ്ക്കകത്താണ്. സ്വന്തം കാര്യം, സ്വന്തം കുടുംബം, സ്വന്തം വീട്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവം തന്നിരിക്കുന്ന പല കടപ്പാടുകളെ മറന്ന് ആർക്കാ സ്ഥാനം കൊടുക്കുന്നത്? സാർത്ഥതയ്ക്ക്. ചില മാതാപിതാക്കളോട് ചോദിച്ചാൽ പറയും, എന്റെ മക്കൾ നല്ല മക്കളാണ്, എന്റെ മക്കൾക്ക് ഒരു കുറവുമില്ല, എന്റെ മക്കള് നല്ല മക്കൾ. ഈ പറയുമ്പോഴേ ഓർക്കണം, എല്ലാം കുറവുണ്ട്. എല്ലാ കുറവുകളും ആർക്കുണ്ട്? തലമുറയ്ക്ക്. ആയിരുന്നു അവന്റെ സകല പാവത്തിന് കൂട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്റെ മക്കൾക്ക് കുറവുണ്ട് പറയണം. പറയുന്നതിന് എന്തുവാ? അവരാണ് നമുക്ക് ചെലവ് തരുന്നത്. പറയാനുള്ളത് പറയണം, എവിടെയും പറയണം. എന്റെ മക്കളിൽ ചില കുറവുകളുണ്ട്, അതിനോട് എനിക്ക് ഇഷ്ടമല്ല, യോജിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചില കാര്യങ്ങളോട് എനിക്ക് അവർക്ക് യോജിക്കാൻ താല്പര്യമുണ്ട്. എന്റെ 3 മക്കളുടെ എല്ലാ കാര്യത്തിനകത്തൊന്നും ഓക്കെ അല്ല. അവരുടെ ചില കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്, ചില കാര്യത്തിനോട് യോജിപ്പില്ല. അത് മാറുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. തെറ്റ് സമ്മതിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. തെറ്റ് സമ്മതിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. താഴ്ത്തുവാനൊരു മനസ്സ് നമുക്കുണ്ടാവണം. അവനിലൂടെയല്ലേ ദൈവത്തിന് പ്രകാശിക്കാൻ കഴിയത്തുള്ളൂ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. സാർത്ഥതയാ. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്. സാർത്ഥത കൊണ്ടാണ് വിളിച്ചു പറയുന്നത്. എന്തുവാ? നമ്മൾ ഓക്കെ എന്ന എല്ലാവരുടെ കാരണം. നമ്മളൊന്നും ഓക്കെ അല്ല. പലതിലും നമുക്ക് വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്. അത് നികത്തി ആരുമായിട്ട് ചേരണം? ദൈവമായിട്ട് ചേരണം. എങ്കിലേ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അനുഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. സാർത്ഥത ഒന്ന് പറയുക, മനുഷ്യൻ അവനെ മാത്രമേ സ്നേഹിക്കുന്നു, അവന്റെ സ്വന്തം കാര്യത്തെ സ്നേഹിക്കുന്നു. തിരുവത്താഴം എടുക്കുന്നുണ്ട്. ഒരു വചനം വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ബോധ്യത്തിൽ പറയുന്നുണ്ട്, ഒരുത്തൻ പട്ടിണി എടുത്ത് നീ കഴിക്കുമ്പോൾ ഓർക്കണം. നീ അറിഞ്ഞിട്ട് നീ കഴിക്കുമ്പോഴേ അവനെ ഓർക്കണം, അവന്റെ പട്ടിണി മാറ്റണം. സ്തോത്രം. അറിഞ്ഞിട്ട് നീ മിണ്ടാതിരിക്കല്ലോ. കാര്യം ഒരുവനാകാരം ഇല്ല എന്ന് നമ്മൾ അറിഞ്ഞാൽ അവൻ കൊടുക്കണം. അതിനുള്ള മനസ്സ് ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ദൈവത്തോടും മനുഷ്യനോടും എന്ത് ചെയ്യണം? നല്ല മനസ്സാക്ഷിയുള്ളവനായിരിക്കണം. ദൈവത്തിനോടും മനുഷ്യനോടും നല്ല മനസ്സാക്ഷിയുള്ളവനായിരിക്കണം. അതിന്റെ അടുത്ത വാക്യമുണ്ട്, അതിന്റെ ഒന്നുകൂടെ വായിക്കും. മനുഷ്യർ സ്വസ്നേഹികളും ഈ സ്വസ്നേഹികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അടുത്ത ഒരു വാക്യം പറയുന്നു. എന്തുവാ? ദിവ്യാഗ്രഹം. അത് വലിയ വിഷയമാണ്. ഈ ദിവ്യാഗ്രഹം ഉള്ളപ്പോഴ് ഒരു കാര്യം ഓർക്കണം, ഞാനും എന്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്ത വരുമ്പോഴാണ് ഈ ദിവ്യാഗ്രഹം വരുന്നത്. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ നിർത്തി പറയുന്നത് അതുകൊണ്ടാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോഴേ നമ്മൾ ഓർക്കണം, നമ്മുടെ മുന്നിൽ ആരില്ല. നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ തെരഞ്ഞെടുത്ത, സ്വർഗത്തിന്റെ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന, പുത്രത്തിന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്ന യേശു നമ്മളെ ഉള്ളത്തിനകത്തില്ല. ഇതിനകത്ത് ഉള്ളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് എന്തുവാ? ദിവ്യാഗ്രഹമാണ്. അതുകൊണ്ടാ ചിലവർക്ക് ഞങ്ങളെ സഭയാണ് വലുത്, ഈ ദേശത്ത് വേറെ സഭയൊന്നും വരട്ടെ. ഈ ദേശത്ത് എത്രയും സമയം ഉണ്ടാവാം അത്രയും ഉണ്ടാവട്ടെ, കാര്യമില്ലോ. ഇവിടെ ആരാധന നടക്കട്ടെ, അവിടെ ആരാധന നടക്കട്ടെ, ഇവിടെ എല്ലാ ആരാധന നടക്കട്ടെ. അവിടെ ആരാധന നടക്കുമ്പോൾ എന്തുവാ നടക്കുന്നത്? അവിടെ ദേശാലയ ശക്തി തകർന്നു. അവിടെ എല്ലാം ആരായുക? ദൈവമക്കളുടെ കൂട്ടമാവുക. അവിടെ ഉണർവ ഉണ്ടാവുന്നത്, അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാവുന്നത്, അവിടെ ശാപം ഉണ്ടാവത്തില്ല, അവിടെ പാപം ഉണ്ടാവത്തില്ല, അവിടെ തകർക്കത്തില്ല, അവിടെ എല്ലാം അനുഗ്രഹപ്പെടും. എന്റെ വീട്ടിൽ മാത്രമല്ല പ്രാർത്ഥന നടക്കുന്നത്, എന്റെ വീട്ടിൽ മാത്രമല്ല സമാധാനം ഉണ്ടാവേണ്ടത്, എന്റെ വീട്ടിൽ മാത്രമല്ല സന്തോഷം ഉണ്ടാവേണ്ടത്, എന്റെ തലമുറ മാത്രമല്ല അനുഗ്രഹപ്പെടേണ്ടത്, അപ്പുറം ഇപ്പുറം ഉള്ള എല്ലാ തലമുറകൾ അനുഗ്രഹപ്പെടാതെ അവിടെ എല്ലാം സമാധാനം ഉണ്ടാവട്ടെ, അവിടെ എല്ലാം യേശുവിനെ അറിയട്ടെ. യേശുവിനെ അറിയുന്ന ഭവനത്തിനകത്ത് എന്തുണ്ട്? യേശുവിനെ അറിയേണ്ട രീതിയിൽ അറിയുന്ന ഭവനത്തിനകത്ത് ഒന്നുണ്ട്? സമാധാനമുണ്ട്. അടുത്തത് പറയുക, ദിവ്യാഗ്രഹമില്ല, അവിടെ ഒരിക്കലും സാർത്ഥതയില്ല. സ്തോത്രം. ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനാണ്, അവനോടുള്ള സ്നേഹമേ ഉണ്ടാവുന്നുള്ളൂ. അവിടെ എന്തുണ്ടാവുന്നില്ല? ദൈവം ഒരു കൽപ്പന പഠിപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ആദ്യത്തെ കൽപ്പന പൂർണ്ണ ഹൃദയത്തോട്, സ്തോത്രം, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, ശക്തിയോടെ ആരെ സ്നേഹിക്കണമെന്ന്? ദൈവത്തെ സ്നേഹിക്കണം. ആദ്യം പറഞ്ഞ കൽപ്പന, കർത്താവ് പറഞ്ഞ കൽപ്പന
ഏതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ കൽപ്പനയാണ്. ആരെ സ്നേഹിക്കണമെന്ന്? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ഹൃദയത്തോടും എല്ലാം ആരെ സേവിക്കണമെന്നാണ്? ക്രിസ്തുവിനെ സേവിക്കണം, ദൈവത്തെ ഉയർത്തണം. അതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത് പറയുന്ന ഒരു കൽപ്പനയാണ്. എന്തുവാ? നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. സ്തോത്രം. സ്നേഹിക്കാൻ പറ്റുന്നു? അയൽക്കാരന്റെ വീട്ടിൽ എന്തോ സംഭവിക്കുന്നത് കേട്ടോണ്ടിരിക്കും. അവിടെ ചിരിയല്ല, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കരച്ചിൽ കേൾക്കാൻ വേണ്ടി കാണും. അതിന്റെ പേരെന്തുവാ? അതിന്റെ പേര് ഒന്ന് സാർത്ഥത, രണ്ട് ദിവ്യാഗ്രഹം. ഒരുവന്റെ കുടുംബത്തിനകത്ത് സന്തോഷം വരുന്നത് മറ്റവനെ സഹിക്കും. എനിക്ക് കിട്ടാതെ അവരെ കിട്ടിയും. ദൈവമക്കൾക്ക് വേറെ പ്രത്യേകതയുണ്ട്. എന്താ പറയാ? ഞാൻ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്, അവനല്ലാതെ വന്നിട്ട് അവന് കിട്ടിയോ? എനിക്കെന്താ കിട്ടാതെ? നിനക്ക് കിട്ടിയതൊന്നും അവന് കിട്ടിയിട്ടില്ലെന്ന് ഓർക്കുവോ? നിനക്ക് കിട്ടിയ ഒന്ന് അവന് കിട്ടിയില്ലെന്ന് ഓർക്കുവോ? നിനക്ക് കിട്ടിയിരിക്കുന്ന ഏതാ? ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി നീ ക്രിസ്തുവിന്റെ പൈതലായി എന്ന് നീ അറിയുന്നില്ല. അവന് കിട്ടിയിരിക്കുന്ന പുറമേയുള്ള ചില നന്മകൾ മാത്രമേ നീ കാണുന്നുള്ളൂ. ഇന്ന് പ്രിയ ദൈവങ്ങളെ, അപ്രകാരം കൊണ്ടുവരുന്ന അത്യാഗ്രഹങ്ങളിൽ പകരം ഉടനെ മാറട്ടെ. ആ അത്യാഗ്രഹത്തിന്റെ ഉടമയാവണ്ട എനിക്ക് ദൈവത്തിന്റെ ഉടമയായാൽ മതി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ഒരു ദൈവത്തിന്റെ സാക്ഷ്യം എനിക്ക് ഉണ്ടായാൽ മതി. ആ സാക്ഷ്യം പ്രകാരമാണ് ജീവിക്കേണ്ടത്. ആ സാക്ഷ്യമായി നീ നിലനിൽക്കുന്നത്. അതിലേക്കല്ല നീ എന്നെ വിളിക്കുന്നത്. ഒരു കർത്താവ് യേശുവിനെ കടന്നു പോവുക. അവിടെ സ്തോത്രം ആലരിയ കണ്ണു കാണാതെ പിച്ചയായിരിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുക. സ്തോത്രം. അതിനകത്ത് ആ വാക്യങ്ങള് ഒന്നുകൂടെ എടുത്തു പറയുന്നതിന് കാര്യമുണ്ട്. അതിനകത്ത് ചില വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പെട്ടെന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ പോവാൻ. സ്തോത്രം. അതിനകത്ത് എന്ത് ചെയ്യുക? പിച്ചയായിരിക്കുക. സ്തോത്രം. ആ കൂട്ടത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഈ പിച്ചയായിരിക്കുന്നത് എന്ത് ചെയ്യണ്ടേ? അവന്റെ അമ്മ അപ്പ എനിക്ക് വല്ല തരണമേ എന്ന് പറയുന്ന ശബ്ദം ഉയർത്തണം. കാര്യം എന്തുവാ? അതുപോലുള്ള ആളിന്റെ ശബ്ദമല്ല, ആളിന്റെ നടത്തേണ്ട ശബ്ദം, സംസാരത്തിന്റെ ശബ്ദം. ആളിന്റെ വലിയൊരു കൂട്ടം കേൾക്കുമ്പോൾ അവന്റെ ഉള്ളത്തിനകത്ത് ഓർക്കുന്നത് എന്തുവാ? ഓർക്കുന്നത് ഇന്ന് വലിയ കൊയ്ത്തിന്റെ ദിവസമാണ്, ഇന്ന് വലിയ നന്മയുടെ ദിവസമാണ്, ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന ഞാൻ ഇന്നും കുറച്ചു കൊണ്ടേ പോകത്തുള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യണം? വായിട്ട് യാചിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. വായിട്ട് അവനെ യാചിക്കണം. കാര്യം അവന് കണ്ണു കാണത്തില്ല. അവൻ ശബ്ദം കൊണ്ടാണ് ഇതെല്ലാം തിരിച്ചറിയുന്നത്. അവന് മനസ്സിലായി ഇവിടെ ഒരാളൊന്നും അല്ല പോകുന്നത്, ഇവിടെ വലിയൊരു കൂട്ടം പോയിക്കൊണ്ടിരിക്കുക. ഒന്നോ രണ്ടോ മൂന്നോ പേരൊന്നും അല്ല, വലിയൊരു കൂട്ടത്തിന്റെ ആരാമം കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എന്തോ വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് അവിടെ സംഭവം നടക്കാത്തതൊന്നും എന്റെ വിഷയമല്ല. എന്റെ വിഷയം കർഷക കൂട്ടുന്നതാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? പക്ഷെ ഈ മനുഷ്യൻ അതല്ല ഇത്. ഈ മനുഷ്യ വളരെ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു, അയ്യോ എന്തോ ഇവിടെ പ്രശ്നം, ഒന്ന് പറ, കാര്യം എന്തുവാ? അവന്റെ വരുമാനമല്ല പണി പ്രശ്നം. അവന് കാര്യം അറിയണം. കാര്യം അറിഞ്ഞപ്പോഴേ അവനെ പിടിച്ചു നിർത്തി കാണും. സഹോദരങ്ങളെ കാര്യം പിടിച്ചു കാണും. എല്ലാവരും തട്ടി പോകത്തേ ഉള്ളൂ. കാര്യം എന്തുവാ? അവർക്ക് പോണം. ആരോടെ നടക്കുക? അവർ യേശുവിനോടൊപ്പം നടക്കുക. അപ്പോഴേ ഇവർക്ക് തടയാൻ നിന്ന് അവരെ അതൊന്നും ഐതിയത്തില്ല. പക്ഷെ ഇവൻ ആരെങ്കിലും കാലം പിടിച്ചവരെ നിർത്തി കാണും. നിർത്തിയിട്ട് ചോദിച്ചു കാണും, ഇത് എന്തുവാ ശബ്ദം? അപ്പോഴേ പറയുക, യേശു നടന്നു പോവുക. യേശു നടന്നു പോവുക. സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് അവൻ അവിടെ നിൽക്കുന്നവന്റെ കളക്ഷനോ അവന്റെ അപ്പോ അവൻ കൊണ്ടുവന്ന സാധനമൊന്നും അല്ല വിഷയം. അവൻ അടുത്ത സ്റ്റെപ്പിൽ നിന്ന് വിളിച്ചു പറയുക, ദാവീദപുത്ര എന്നോട് കരുണയുണ്ടാകണമേ. സ്തോത്രം. അടുത്തത് ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നു, കൂടെ നിൽക്കുന്നവരെല്ലാം അവനെ നിശബ്ദനാക്കി, മിണ്ടാതിരി. സ്തോത്രം. നിന്നോട് കരുണയുണ്ടാകാനെന്ന് ഇപ്പൊ യേശു വന്ന വേറെ വലിയ കാര്യങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം വിടുതൽ തരാൻ വേണ്ടി നീ ഇവിടെ പിശിയായിരിക്കുന്നത്, നിനക്ക് കരുണ വരാനെന്ന് അവിടെ അവനെ മിണ്ടാതിരിക്കാൻ നോക്കി. വചനത്തിനകത്ത് പറയുന്നു, അവനെ ഷൗട്ട് ചെയ്തു, അവനെ ഒതുക്കാൻ നോക്കി. പക്ഷെ അവനെ ഒതുക്കുന്നതനുസരിച്ച് അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ടാ? യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണയുണ്ടാവണമേ. സ്തോത്രം. ഇന്ന് പ്രിയരെ മക്കളെ, ചില നാൾ കൊണ്ട് ബാധിച്ചിട്ട് മറുപടി ഇല്ലാത്ത ചില വിഷയത്തിനകത്ത് ഇന്ന് പകരം മറുപടി ഉണ്ട്. നീ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ചോദിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം വിളിച്ചു പറയുക, ദൈവത്തിന്റെ നന്മ വിളിച്ചു പറയുക.
പുറത്തിറങ്ങട്ടെ. ചില ശാപത്തിൽ പുറത്തു വരട്ടെ, ചില രോഗത്തിൽ പുറത്തു വരട്ടെ, ചില സാമ്പത്തിക നെരുക്കങ്ങളിൽ പുറത്തു വരട്ടെ, കുറ്റത്തിലെ വഴികളിലേക്കായി തുറക്കട്ടെ, ജോലികളേക്കായി തുറക്കട്ടെ. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. അവരെ ഒതുക്കാൻ നോക്കി. അവനെ ഒതുക്കാൻ നോക്കി, അവോദിയില്ല. അവനെന്ത് ചെയ്തു? നിലവിളിക്കാൻ തുടങ്ങി. ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. സ്തോത്രം. യേശു അവിടെ നിന്നു. അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. യേശു അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴേ അവിടെ നിന്നോട് പറയുന്നു, യേശു നിന്നെ വിളിക്കുന്നു. അതിനകത്ത് വചനത്തിനകത്ത് എനിക്ക് ആ പോയിന്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്തൊരു പോയിന്റ് എഴുതിയിട്ടുള്ള അവന്റെ പുറപ്പെല്ലാം അവൻ ദൂരെ എറിഞ്ഞിട്ട് അവൻ ഇത്രയും നേരം കിട്ടിയ കളക്ഷനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവൻ ആരെടുത്തോട്ട് ഓടുക? യേശുവിനെ. നമ്മളത് ഗതി ഇതെല്ലാം നോക്കിക്കോണേ, സുരക്ഷിതമാക്കി വെച്ചിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ? ഓടത്തു. ഈ സുരക്ഷിതമാക്കുന്നതാ. ദൈവത്തെ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവജനമേ, നീ പിന്നെയും ബാക്കിലോട്ട് നോക്കുന്നതുകൊണ്ടാണ് നന്മ കിട്ടാത്തത്. നിന്നെ സുരക്ഷിതമാക്കുന്നതുകൊണ്ടാണ് നന്മ കിട്ടാത്തത്. സ്തോത്രം. ഒരിടത്ത് നിന്നിട്ട് ഒരു നന്മ തരുമ്പോൾ, ഒരു അനുഗ്രഹം തരുമ്പോൾ സ്തോത്രമെന്ന് നിനക്ക് പറയാൻ പേടിയാണ്. കാര്യം ചുറ്റും നിൽക്കുന്നവര് പറഞ്ഞോണം സ്തോത്രം പറയും. കാര്യം സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ ഇത് വന്നത്, ഈ നന്മ വന്നത്, ഈ അനുഗ്രഹം വന്നത്. എന്തുകൊണ്ടാ? സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് വന്നത്. അത് പറയുന്നതിന് ചമ്മല്, അത് പറയുന്നതിന് ലജ്ജ. ഈ പറയണം. നിന്നെ നോക്കിയിട്ട് അടിയുന്നു മേലോട്ട് അവൻ ജാതികളായിട്ടുള്ളവൻ നോക്കണം. ഇവൻ പറയുന്നു മറ്റു ബന്ധുക്കോസുകാരൻ നിന്നെ നോക്കി ലജ്ജിക്കണം. ഇവൻ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇവൻ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പറയണം, നീ പറയണം. അതിനകത്ത് മടിക്കല്ലേ, പറയുന്നതിനകത്ത് മടിക്കല്ലേ. എനിക്ക് ചില മുസ്ലിം സഹോദരന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെന്ത് കിട്ടിയാലും അവർ പറയും, അവർ ഉയർത്തേണ്ട രീതിയിൽ പറയും. ഞാൻ കെട്ടിപ്പോയിട്ടുണ്ട് ചിലതല്ല, ചിലയിടത്ത് ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് അതൊന്നും വിഷയമല്ല. അതുകൊണ്ട് അവരെ തീവ്രവാദികളും അവരെ അവർ ശരിയാവത്തില്ലെന്നല്ല പറയുന്നതിന്റെ കാര്യം. അവർക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം ഉയർത്താൻ അവർ ശക്തനാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കർത്താവിനെ ഉയർത്താൻ പറ്റുന്നില്ല. സ്തോത്രം. അവർക്ക് വേണ്ടി ജാതിക്ക് വേണ്ടി അടിക്കാനും വെട്ടാനും പറയാനല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. അവരുടെ വിശ്വാസത്തെ ഉയർത്തുന്ന കാര്യം ഞാൻ പറഞ്ഞത്. വേറെ ഒന്നുമായിട്ട് എനിക്ക് യോജിപ്പില്ല. സ്തോത്രം. പക്ഷെ ദൈവജനം എന്ന് പറയണം, സ്തോത്രം പറയണം. സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ ഇത് കിട്ടിയത്, ഇല്ലയോ? സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം റെഡി പൈസ വെച്ചിട്ട് അല്ലെങ്കിൽ സ്തോത്രം എല്ലാം പേരിൽ ഉണ്ടായിട്ട് പലർക്കും പറ്റുന്നില്ല ഒരു വാഹനം സ്തോത്രം എടുക്കാൻ. ആ സമയത്ത് സ്തോത്രം ഒന്നുമില്ലാതെ, ഒരു കൈയും ഒരു രൂപ പോലും ഇല്ലാതെ ആരും മേടിച്ചത് മിനിസ്റ്ററിന് കിട്ടിയത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട് സ്വന്തം പേരിലൊരു വാഹനം, സ്വന്തം പേരിനകത്തൊരു വാഹനം ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ സ്വന്തം പേരിൽ ഒരു ഭവനം ആഗ്രഹിക്കുന്നവരുണ്ട്. സ്വന്തം പേരിൽ ഒരു വസ്തു ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. സ്തോത്രം. ലഭിക്കാത്ത ഭാഗ്യമാണ്. ഇന്നിപ്പം 3 വണ്ടിക്ക് ഓണറായി. 3 വണ്ടിക്ക് ഓണറായി. സ്തോത്രം. മഞ്ജുസിന് ജോലിയുണ്ട്, പക്ഷെ വണ്ടിക്കൊന്നും ഓണറായിട്ടില്ല. സ്തോത്രം. ഇതാണ് ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന ഓരോ രീതിയിലാണ്. അത് തിരിച്ചറിയുക. ഓരോരുത്തരെ എന്നെ അനുഗ്രഹിക്കുന്ന പോലല്ല മറ്റൊരാളെ അനുഗ്രഹിക്കുന്നു. മഞ്ജുസിനെ അനുഗ്രഹിക്കുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഞ്ജുസിനെ അനുഗ്രഹിക്കുന്ന പോലല്ല ചിന്നുനെ അനുഗ്രഹിക്കുന്നു. ചിന്നുനെ അനുഗ്രഹിക്കുന്ന പോലല്ല പൊന്നുനെ അനുഗ്രഹിക്കുന്നത്. പൊന്നുനെ അനുഗ്രഹിക്കുന്ന പോലല്ല കിന്നിഷിനെ അനുഗ്രഹിക്കുന്നത്. ദൈവം വെച്ചിട്ടുണ്ട്. ഇന്ന് പകലും ദൈവം പറഞ്ഞൊരു ദൂത. സ്തോത്രം. ഇല്ല, മറന്നുപോയോ? 7-ാം മാസം ഒരു അത്ഭുതം നടക്കും. നമ്മൾ വേറെ കാര്യങ്ങളെ ചിന്തിച്ചേ, പക്ഷെ അതാണ് നടന്നത്. കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചു. 7-ാം മാസം നടക്കേണ്ടത് എനിക്ക് ഈ ദിവസം കഴിക്കണം. 8-ാം മാസം നടക്കണം. കണ്ടോ? ആരംഭത്തിൽ കണ്ടോ? ആ പേര് എഴുതിയോ? ഇതേപോലെ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദൂത
ദൂത് എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ദൂത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, വചനത്താലുള്ള ദൈവത്തിന്റെ ദൂത് എന്താന്ന് ചോദിച്ചാൽ, PSC ലിസ്റ്റിൽ എന്റെ പേര് വരാൻ ഞാൻ യോഗ്യനെന്ന് പറയാം. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇതിന് യോഗ്യനൊന്നുമല്ല. PSCയുടെ ലിസ്റ്റിൽ പേര് വരാൻ ഞാൻ ഒന്നിനും, ഒരു PSCക്കകത്ത് പേര് വരാൻ ഞാൻ യോഗ്യനല്ല. എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ എന്റെ ദൈവം എന്നോട് പറഞ്ഞു തരുമോ എന്ന് പകൽ ഓർമ്മിപ്പിച്ച് പറയുക. കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു ഊത പറയുന്നത് ഓർമ്മിപ്പിച്ച് പറയുക. ദൈവം എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അപ്പാ പിതാവേ എന്ന് വിളിക്കണം. യേശു എന്നോട് പറഞ്ഞു PSC എന്റെ പേര് തരുമെന്ന്. എന്റെ പേരില്ലാത്തത് ഇന്ന് പകൽ ദൈവത്തിന് ഊത് വിളിച്ചിട്ടുണ്ടോ? എഴുതി ചേർക്കുന്ന യേശു. എനിക്ക് യോഗ്യതയില്ലാത്തത് എന്റെ പേര് എഴുതി ചേർക്കുന്ന യേശു. ഇന്ന് പകൽ എന്റെ മുഖത്തൊക്കെ തടങ്ങി വന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ തടങ്ങി വന്നിട്ടുണ്ട്. എന്റെ ഭവനത്തിൽ തടങ്ങി വന്നിട്ടുണ്ട്. ആ യേശുവിന്റെ പേര് എഴുതി വെക്കുക, എഴുതി വെക്കുക. ഇന്ന് ജനങ്ങളുടെ പേര്, യോഗ്യതയുള്ള ജനങ്ങളുടെ പേരുകളെ മായ്ച്ചു കളഞ്ഞിട്ട് യോഗ്യതയില്ലാത്ത നിന്റെ പേര് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എഴുതുക എന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു. ഇതേപോലെ എനിക്ക് അർഹതപ്പെടാത്ത സാധനത്തിനകത്ത് എന്റെ പേര് എഴുതുന്നത്. സ്തോത്രം. ഈ വണ്ടിയുടെ അർഹതപ്പെടുന്ന പേര് ആരുടെയായിരുന്നു? ആരുടെ പേരാ എഴുതപ്പെടുന്നത്? ആരുടെ പേര് എഴുതപ്പെടുന്നത്? സ്തോത്രം. ആ 17 പേര് എഴുതപ്പെടേണ്ടടുത്ത് സ്തോത്രം സ്തോത്രം കിങ്ങിയുടെ പേര് എഴുതപ്പെട്ടെങ്കിൽ മനസ്സിലാക്കണം. ഇതേപോലെ PSCയിൽ എനിക്ക് കിട്ടേണ്ട പേര് സ്തോത്രം എനിക്ക് കിട്ടാൻ ഒരു യോഗ്യതയില്ല, എനിക്കൊരു കഴിവുമില്ല. പക്ഷെ എഴുതപ്പെടേണ്ട ചിലവരുടെ യോഗ്യതയുള്ളവരുടെ പേരിനെ മായ്ച്ചിട്ട് എന്റെ പേര് അവിടെ എഴുതി സ്തോത്രം. സഹായിക്കാൻ വേണ്ടി കൂടെ പോയ ആളുടെ പേരായിരിക്കും സ്തോത്രം. സഹായിക്കാൻ കൂടെ പോയ ആളുടെ പേര് ഇതേപോലെ PSC എഴുതി കിട്ടുന്നത് എട്ടിപ്പോകുന്ന അത്ഭുതമാണ്. അർഹതപ്പെടാൻ യോഗ്യതയുണ്ടായിട്ടും അർഹതപ്പെടാൻ കിട്ടാതിരിക്കുന്നവരുടെ പേരായിരിക്കും നമ്മുടെ പേര്. സ്തോത്രം. ആരെഴുതി തരും? കർത്താവ് എഴുതി തരും. അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഇതേപോലെ പ്രാർത്ഥിക്കണം ദൈവത്തോട്. ചിലത് അങ്ങോട്ട് മല്ലിട്ട് അങ്ങോട്ട് കണ്ണുനീരൊഴുക്കിക്കുക. സ്തോത്രം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു പ്രതികൂലം വരണം, ഒരു കഷ്ടം വന്നാലേ എന്ത് ചെയ്യുന്നുള്ളൂ? കണ്ണുനീര് വരത്തുള്ളൂ. ഇല്ലേ? എല്ലാം ദൈവം സുഖമായിട്ട് വന്ന കണ്ണുനീര് വരും. ഒരു കണ്ണുനീരെല്ലാം വരണം. കണ്ണുനീര് വരണമെങ്കിൽ കഷ്ടം വരണം. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കഷ്ടമല്ല ഇച്ചിരി വേണം. ദൈവം ഇച്ചിരി അല്ല ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. സ്തോത്രം. സന്തോഷം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു സന്തോഷം. അതുകൊണ്ട് അലങ്കരിക്കുന്നില്ല. ഇത് ഇച്ചിരി ഉണ്ടെങ്കിൽ അലങ്കരിക്കുന്നില്ല. ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത് പൗലോസിന് ഒരു ശൂലമുണ്ടായിരുന്നു. ഭയങ്കര കൃപാവുള്ള മനുഷ്യനാണ്, ഭയങ്കര വചനം എളുപ്പമുള്ള മനുഷ്യനാണ്, വലിയ ദൂതും ദർശനമുള്ള മനുഷ്യനാണ്. പക്ഷെ ഒരു ശൂലം, ഒരു ശൂലം. സ്തോത്രം. സ്തോത്രം. ഒരു 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 റൂമാലെടുത്ത് ആ വികാലെ തുടച്ച ആ റൂമാലങ്ങോട്ട് എറിഞ്ഞാൽ മതി, ഏത് രോഗി സൗഖ്യം. അത്രയ്ക്ക് ദൈവത്തിന്റെ ശക്തിയുള്ള മനുഷ്യനാണ്, കൃപാവരമുള്ള മനുഷ്യനാണ്. സ്തോത്രം. അത്രയ്ക്കുള്ള മനുഷ്യന് ഒരു ശൂലമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുക. സ്തോത്രം. ഉപവാസങ്ങളിരുന്നു, പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ശൂലം മാറിയില്ല. അപ്പോൾ പൗലോസ് മനസ്സിലായി, ഈ ശൂലമുള്ളത് നല്ലതിനാ, ഈ ശൂലം വെച്ചിരിക്കുന്നത് നല്ലതിനാ, എലിനാ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? കഷ്ടം നല്ലതിനാ, ചില പ്രയാസം നല്ലതിനാ. കാര്യം എന്തുവാ? ചിലതിൽ സന്തോഷിക്കുക, ചിലത് സന്തോഷിക്കുക. സ്തോത്രം. ചില കഷ്ടങ്ങളും പ്രയാസമുള്ള സന്തോഷിക്കുക. ഒരു കുടുംബത്തിനകത്ത് ഒരാളെ ദൈവത്തെ അറിഞ്ഞു,
ബാക്കിയുള്ളവർ വന്നില്ല. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ദൈവം അങ്ങോട്ട് മറുപടി തരുമ്പോൾ എന്തോ സന്തോഷമാണ്, ഇല്ലയോ? അത് നല്ലതാ. പ്രാർത്ഥനയ്ക്ക് എതിർപ്പ് വേണം. എതിർപ്പുണ്ടെങ്കിലേ പ്രാർത്ഥിക്കത്തുള്ളൂ. നമുക്ക് സഭാഹോളിന് സ്തോത്രം 13 വർഷം കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. സഭാഹോളില്ല. സ്തോത്രം ഓരോരുത്തർ മാറ്റി മാറ്റി കൂടാരം അടിച്ചോണ്ടിരിക്കുക. അബ്രഹാമിനോട് പറഞ്ഞു കൂടാരം ഇവിടുന്ന് അടിച്ച് അപ്പുറത്തടി, അങ്ങനെ മാറ്റി മാറ്റി അടിച്ചോണ്ടിരിക്കുക. ദൂതും പ്രവചനവും കിടക്കുക. പക്ഷെ കൂടാരം മാറ്റി മാറ്റി അടിക്കുക. അതേപോലെ ഈ കൂടാരം മാറ്റി മാറ്റി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു വെച്ചേക്കുക. ഇനി സ്ഥിരമായ ഒരു കൂടാരത്തിലേക്ക് അതുകൊണ്ട് അത് കിട്ടുമ്പോൾ ഒരു ദൈവത്തിന് മഹത്വം ഉണ്ടാവും, ഇല്ലേ? പെട്ടെന്ന് കുറെ ജനവും ഇങ്ങോട്ട് വന്നിട്ട് സ്തോത്രമാലിയ കൂടാരവും സ്വന്തമായിട്ട് കിട്ടി, എല്ലാം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താവും? ഇന്ന് പല സഭകളും കർത്താവിനെ വിറ്റ് കാശുണ്ടാക്കുന്ന പോലെ ആയി. സ്തോത്രം. ഇതൊന്നും അങ്ങനല്ല, കഷ്ടപ്പെട്ടതാവുന്നു, അല്ലയോ? പ്രതികൂലങ്ങള്, പ്രയാസങ്ങള്, സങ്കടങ്ങള്, മറ്റുള്ളവരുടെ അനുവാദം ചോദിച്ചു എല്ലാം ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും എല്ലാം വന്ന് നിർത്തിയേക്കുക. അപ്പൊ ഇനി വരുന്ന കൂടാരത്തിന്റെ ഒരു മഹത്വം, ഒരു അനുഗ്രഹപ്പെട്ട കൂടാരമേ ആര് തരത്തുള്ളൂ? കർത്താവ് തരത്തുള്ളൂ. ഫുൾ ആളിനെ കൊണ്ട് നിറയ്ക്കുന്ന ഫുൾ ടിക്കറ്റ് കൊണ്ട് ഒരു കൂടാരമേ ദൈവം തരത്തുള്ളൂ. ആർക്കും തകർക്കുവാൻ കഴിയാത്തൊരു കൂടാരം, ആർക്കും അവകാശം പറയാത്തൊരു കൂടാരം. യേശു മാർഗ്ഗതയും ദൈവജനമായ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. കൂടാരം പണിതുകൊണ്ടിരിക്കുക, പണിതുകൊണ്ടിരിക്കുക, പണിതുകൊണ്ടിരിക്കുക. സഭയെ കുറിച്ചെല്ലാം ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, സഭാഹോളിന്റെ വിഷയത്തിനെ കുറിച്ചെല്ലാം പറിച്ചുകൊണ്ട് സഭ സാക്ഷ്യം പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നു. ദൈവം തന്നൊന്ന നീ കൂടാരം അടിച്ച് കൊണ്ടുവന്നേ. നീ നിന്റെ സഭയും നിന്റെ ദൈവജനവും നിനക്ക് തന്നിരിക്കുന്ന ദൈവമക്കളും കൂടാരം അടിച്ച് പണിതുകൊണ്ടിരിക്കുക, മടുത്തു പോവാതെ അടിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇവിടെ ഈ ചിലർ ചോദിക്കും, സ്തോത്രം, ഓരോരുത്തർ കൂടാരം അടിച്ചു വരുമ്പോഴേ ഇവിടെ ചിലർ ചോദിക്കും പ്രാർത്ഥന ഇങ്ങോട്ട് മാറ്റി. ഇപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്താ കർത്താവിനെ പറയേണ്ടത്? സ്തോത്രം. ഞാൻ കർത്താവിനോട് പറഞ്ഞു ഒരിക്കലും പറയരുത്. കർത്താവ് പറഞ്ഞു ഇങ്ങനെ നീ പറയണം. അവിടെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുക, ചർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനത് ഓർത്തപ്പോൾ ഒന്നുകൂടെ ഓർത്ത് ബലപ്പെട്ടു. ചർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക, കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അല്ല ഇവിടെ ആരാധന നീ പറയണ്ട, കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് അത് വെളിപ്പാട് വരുന്നത്. എന്തോ സ്തോത്രം. ഇവിടെ സാധാരണ എല്ലാവർക്കും പറയുന്നത് അവിടെ അവിടെ ഇന്നെടുത്താ എന്നാ പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. എനിക്ക് കർത്താവ് പറയാം അങ്ങനെ ചോദിച്ചാൽ ഇനി അത് പറയല്ലേ. ഇങ്ങോട്ട് ചോദിക്കുമ്പോഴും പറയണം അത് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അവിടെ പണി നടന്നുകൊണ്ടിരിക്കും, ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കും. സ്തോത്രം. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് മംഗളമണി കണ്ടത് താക്കോല് തന്നപോലെ താക്കോലിന് വേണ്ടി പ്രാർത്ഥിക്കും. താക്കോല തരുന്നത്. അപ്പൊ അതിന്റെ ഫിനിഷിംഗ് വർക്ക് നടക്കും. താക്കോല് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ഫിനിഷിംഗ് വർക്കായി. അപ്പൊ ആര് തരും? വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ആ താക്കോല് വരുമ്പോൾ ഒരു കൂട്ടോടും വരും, ഒരു കൂട്ടോടും വരും, പ്രതീക്ഷിക്കാത്ത കൂട്ടം. ആ കൂട്ടത്തെ നിയന്ത്രിക്കുന്നവരായിരിക്കും നിങ്ങൾ. ആ ലീഡർഷിപ്പിലേക്കായിരിക്കും ദൈവം നിങ്ങളെ കൊണ്ടുവരുന്നത്. സ്തോത്രം. ഇങ്ങനെ സഭയുണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ലീഡർഷിപ്പിലേക്കായിരിക്കും നിങ്ങളെ ദൈവം നിർത്തുന്നത്, ദൈവം ഉപയോഗിക്കുന്നത്. അല്ലാത്തതല്ല ഈ കല്ലും മണ്ണും എല്ലാം ആമി പറക്കി മാറ്റുന്നത് പോലെ അരിക്കാത്തിരുന്ന കല്ലും മണ്ണും ആമി കാലയിൽ സ്തോത്രം ആലയിൽ അതിന്റെ ഉമി എല്ലാം എടുത്ത് മാറ്റി അതിനെ പാറ്റി ശുദ്ധീകരിച്ചതുപോലെ കൊണ്ടുവച്ചിരിക്കും. ഇത്രയും ജനത്തെ ഇതിനു മുമ്പേ കല്ലുണ്ടായിരുന്നു, പതിലുണ്ടായിരുന്നു, വിശ്വാസക്കുറവുള്ളവരുണ്ടായിരുന്നു. എല്ലാത്തിനെയും എടുത്തു കുറക്കണം. എല്ലാത്തിനെയും എവിടെ കളഞ്ഞു? തീരിട്ട് ചുറ്റി കളഞ്ഞു. ബാക്കി എല്ലാതിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുക. ഇനി നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാ? ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഈ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ വ്യാപാരം നടക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതേപോലെ ഒരു വെളിപ്പാടും പറയും. സ്തോത്രം. സഭയെ ഹോള് വരും,
സഭയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ സ്തോത്രമാലെ ഞാൻ തിരക്കാം, ശുശ്രൂഷയിൽ ഞാൻ തിരക്കാം, സ്തോത്രം. ശുശ്രൂഷയിൽ ഞാൻ തിരക്കാം. പാസ്റ്റർ കുറ്റം പറഞ്ഞാലും വിളിക്കുന്ന ആൾക്കാരെ വിളിക്കും, സ്തോത്രം. ശുശ്രൂഷ തിരക്കാം, മീറ്റിംഗിൽ വേണ്ടി തിരക്കാം. തിരക്കായി കഴിയുമ്പോൾ ഈ സഭ കൊണ്ടുവന്ന് പുറത്തുനിന്ന് ഒരു ശുശ്രൂഷകനെ വിളിച്ചല്ല, ഈ ശുശ്രൂഷനെ വാടകയ്ക്ക് വിളിച്ചല്ല, ഇതിനകത്തുള്ള ദൈവജനത്തെ കൊണ്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആരെ വിളിക്കത്തില്ല, ഇതിനകത്തുള്ളവരെ വിളിക്കത്തുള്ളൂ. കാര്യം ഇതിനകത്ത് വെളിപ്പാടുള്ളവരെ, ഇതിനകത്തുള്ള വെളിപ്പാട് അവരെല്ലാവർക്കും വെച്ച് പറഞ്ഞു പോയി പഠിച്ചതല്ല, അതിനുവേണ്ടി ഇതിനകത്തുള്ളവരെ ഈ പുറത്തുനിന്നുള്ളവരെ വിളിക്കത്തില്ല കർത്താവ്. കാര്യം എന്തുവാ? അവൻ എന്നും ഒരു സാധനം എടുത്തിട്ട് ചൂടാക്കിയിട്ട് പിന്നെ കൊണ്ടൊന്ന് ഫ്രിഡ്ജ് വെച്ച് പിന്നെ ചൂടാക്കി സ്ഥിരമായിട്ട് ഒരു കാര്യം ഇട്ട് അയച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വർഷോടെ ചൂടാക്കുന്നത്, അവിടെ തീർക്കുന്നത്, അത്രയ്ക്ക് അടുത്തത് പുതിയതാകേണ്ടത്. അതിന് ഈ വെളിപ്പാട് പ്രശ്നമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരെയാണ് ഈ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനകത്തെല്ലാം കൃപാപരത്തിന്റെ വെളിപ്പാടിന്റെ അകത്ത് ശക്തമായിട്ട് നിൽക്കുന്ന സഹോദരന്മാരിരിക്കുക. ഇവരെ ആയിരിക്കും ആരുപയോഗിക്കുന്നത്, ഈ സഭയ്ക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ആളിനെ വിളിച്ച് ഇത്ര സ്തോത്രം 2 ആഴ്ച ഇവിടെ ഇല്ല, ഇനി നിങ്ങൾ നടത്താൻ പറയല്ല. ഇതിനകത്തുണ്ട് നടത്താനുള്ളവരെ സ്തോത്രം. സഹോദരിമാരിലും സഹോദരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും, കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കും, ഉപയോഗിക്കും. ശുശ്രൂഷയ്ക്ക് അതിന്റെ ആരംഭം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അതിന്റെ മേഖല പണി തീരാറായിരിക്കുക. ദൈവം പുറത്തിറക്കാൻ സമയമാണ്. സ്തോത്രം. സാർത്ഥത വരുമ്പോൾ എന്തുണ്ടാവും? ദിവ്യാഗ്രഹം. സാർത്ഥത വരുമ്പോഴാണ് ദിവ്യാഗ്രഹം വരുന്നത്. പകൽ ഓർത്തോണം, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾ ഓർത്തോണം. എന്റെ മേലിൽ എന്തെങ്കിലും ദിവ്യാഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കയറിയിട്ടുണ്ട്? സാർത്ഥത കയറിയിട്ടുണ്ട്. ഈ സാർത്ഥത കയറാനുള്ള കാരണം ഇത് അന്തികാലം. അപ്പൊ അന്തികാലത്ത് എന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ആര് നോക്കുന്നത്? പിശാച് നോക്കുന്നത്. അതുകൊണ്ട് പിശാചേ, ഞാൻ ഇതിനകത്തൊന്നും വീഴത്തില്ല. എനിക്ക് ദിവ്യാഗ്രഹമില്ല. എനിക്കുള്ളത് എനിക്ക് ദൈവം തന്നിരിക്കും. എനിക്ക് കിട്ടുന്നതാണെങ്കിൽ ആര് തന്നിരിക്കും? ദൈവം തന്നിരിക്കും. സ്തോത്രം. ഞാൻ അത് തന്നെ പ്രാർത്ഥിക്കുന്നത്. ഈ സഭയ്ക്കകത്ത് വരേണ്ട ദൈവമക്കളാണെങ്കിൽ ആര് കൊണ്ടുവരും? ദൈവം കൊണ്ടുവരും. നീ ദിവ്യാഗ്രഹത്തോട് അപ്പുറത്തേക്കാറണ്ട, പോയി ചെന്ന് എല്ലാത്തിനെയും പൊക്കിയെടുത്തോണ്ട് വരണ്ട. നിനക്ക് ഈ സഭയ്ക്കകത്ത് തരേണ്ടതാണെങ്കിൽ ആര് തരും? അവരെ വരാവൂ. അതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുമ്പോൾ പണ്ടുപോലെ പറയുന്ന ഒരു കാര്യം, ദൈവഹിതമുള്ളവരെ വരാവൂ, ദൈവഹിതമില്ലാത്തവർ വരാവൂ. ദൈവഹിതമുള്ളവരുണ്ടെങ്കിൽ മാത്രമേ അവിടെ വെളിപ്പാട് വെളിപ്പെടത്തുള്ളൂ, അമർന്നയുള്ള ദൂത് വെളിപ്പെടത്തുള്ളൂ, അവർക്ക് മാത്രമേ പ്രയോജനപ്പെടത്തുള്ളൂ. സ്തോത്രം. അല്ലാത്തത് വന്നാൽ എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. ദൈവത്തിന്റെ ദൂത് അവർക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല, വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റത്തില്ല. അവർ വീണു. നമ്മുടെ മേൽ വാഗ്ദത്തവും ദൂതും പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വെളിപ്പാട് വെളിപ്പെടുത്തണം. പലിശക്ക് പൈസ മേടിച്ചു കൊടുത്തില്ലേ? സങ്കടം വന്നില്ലേ? പലിശ വീട്ടിൽ കൊണ്ടുവന്നില്ല. ഇന്നലെ അടിക്കുന്നു വരുന്നതാ. എന്നെ അടിക്കുന്നു, എന്റെ പൊടിയോ എന്നും ഇന്നുമായിട്ട് വീട്ടിൽ കൊണ്ടുപോകും. ഒരാളെ സഹായിച്ചതിന് പ്രതികൂലം അനുഭവിച്ച് കരഞ്ഞതിന് അതിനാരെയും മറുപടി കൊടുത്തു. സ്തോത്രം. നമുക്ക് ചോദിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് വേണ്ടി നമ്മൾ കർത്താവിനെ ധരിച്ചപ്പോൾ നമ്മൾ അത് ചോദിക്കണം. നമുക്ക് വേണ്ടി ആരാ ചോദിക്കുന്നത്? കർത്താവാണ്. ഇന്ന് ചില ചോദ്യങ്ങൾക്ക്, ചില വ്യക്തികളുടെ ചോദ്യങ്ങൾക്ക്, ചിലവരുടെ സ്വഭാവത്തിന്, എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുക്കേണ്ട ആരാ? നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ് സ്തോത്രം പറഞ്ഞ് നമ്മൾ വ്യവസ്ഥയിൽ വന്നിട്ട്, ഓ ഇവിടെ വലിയ സ്തോത്രക്കാരിയാ, ഇവിടെ വലിയ സ്തോത്രക്കാരനാ എന്നെല്ലാം നമ്മൾ പഴിയും ദുഷിയും എല്ലാം കേട്ടിട്ട് മറുപടി കൊടുക്കേണ്ട ആരാ? കർത്താവാ. എങ്ങനെ മറുപടി കൊടുക്കുന്നത്? നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യം നമുക്ക് ആര് നടത്തി തരും? കർത്താവ് നടത്തി തരും. നമ്മൾ നിലയ്ക്കാത്ത സമയത്ത് ആര് നടത്തി തരും? ഒരു കണ്ണുനീര് പോലും, ഒരു വിഷമം പോലും ദൈവം മാറ്റി തരും. ദൈവം മറുപടി തരും. ദൈവം അത്ഭുതം ചെയ്യും. പകൽ ഓർത്തോ, ഒരു കണ്ണുനീരിന് പോലും മറുപടി കിട്ടാതെ ദൈവം പോകത്തില്ല. നമ്മളെ ഹൃദയം നൊന്നിട്ടുണ്ടോ, വേദനിച്ചിട്ടുണ്ടോ, ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. കർത്താവ് മറുപടി തരും. സ്തോത്രം. ദിവ്യാഗ്രഹം വരുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, സാർത്ഥത വരുമ്പോൾ ചിന്തിച്ചോണം, ഇത് അന്തികാലമാണ്, ഇത്
ആര് കൊണ്ടുവരുന്നതാ? പിശാച് കൊണ്ടുവരുന്ന ഈ ചിന്തയില്ലാതെ വീട് പോലെ എന്റെ ദൈവം എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ട് എന്റെ ദൈവം തരും. ഞാനും എന്റെ കുടുംബവും അത് അനുഭവിക്കും. സ്തോത്രം. അത് സ്തോത്രം. ദാവീദ് പുത്ര കർണനെ വിളിച്ചു, കർത്താവ് യേശു അവനെ വിടാൻ, അവനെ വിടാൻ. അവൻ പോയതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതുവരെ ഉണ്ടാക്കിയ പൈസയോ വസ്ത്രമോ ഒന്നും അവൻ നോക്കിയില്ല. അവൻ എന്ത് ചെയ്തു? എല്ലാം ദൂരെ കളഞ്ഞിട്ട് ആരെടുത്തിരുന്നു? യേശു നോക്കിയപ്പോ അവന്റെ ആ വരവ്, അവന്റെ സമർപ്പണം കണ്ടിട്ട് യേശു ചോദിച്ചു, നിനക്ക് എന്ത് വേണം? എനിക്ക് കാഴ്ച വേണം, ഞാൻ കുരുടനാ, എനിക്ക് കാഴ്ച വേണം. യേശു അവനെ തൊട്ടു, കാഴ്ച പ്രാപിച്ചു. സ്തോത്രം. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും സ്നേഹിക്കുന്നതിന്റെ കാര്യം കർത്താവിനെ മാത്രം സ്നേഹിച്ചത് എന്തുകൊണ്ടാണ്? കർത്താവിന് വിദ്യാഭ്യാസമുള്ള വലിയ വലിയ പ്രമാണികളെ വിളിച്ചുകൂടായിരുന്നു. അവരെ ഒന്നും വിളിക്കാതെ അവരെ വിളിച്ചേ പോവാ. യേശു അവരെ വിളിച്ചപ്പോഴേ പടകുകളാണ്, വലകളാണ്, അപ്പനെ വിട്ടു. അവര് ആരോ പിന്നാലെ പോയി, നമുക്ക് അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ നിന്നും അങ്ങനെ അവതരിക്കുന്നത്. നമ്മളെ ബന്ധുക്കളെ, സ്വന്തക്കാരെയെല്ലാം കൊണ്ട് മാറ്റി നിർത്തി. ഇന്ന് പലരെ സ്വന്തക്കാരുടെ ബന്ധുക്കളെ പല ആചാരത്തിന് നമ്മൾ കൂട്ടിക്കാത്തത് പോവാത്തതിന്റെ കാര്യം എന്തുവാ? യേശു നമ്മളെ വിളിച്ചതാണ്. നമ്മൾ യേശുവിന്റെ പൈതലാണ്. ആ ബന്ധത്തിനാട്ടി വലുതാ ഞാനും യേശുമായിട്ടുള്ള ബന്ധം. അത് തകരാതിരിക്കാൻ വേണ്ടി നമ്മൾ കളഞ്ഞിട്ട് പോകുന്നത്. അതെല്ലാം മാറ്റി നിർത്തിയിട്ട് അതിനെയെല്ലാം കളഞ്ഞിട്ട് ആരുടെ പിന്നാലെ വന്നേക്കുന്നത്? യേശുവിന്റെ പിന്നാലെ. അങ്ങനെ വന്ന ദൈവമക്കളെ, വിട്ടിട്ട് വന്ന ദൈവമക്കളെ, വില കൊടുക്കുന്ന ദൈവമക്കളെ, സ്തുതിയും സ്തോത്രത്തിനും വില കൊടുക്കുന്ന ദൈവമക്കളെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? കർത്താവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. നമ്മൾ ദൈവനാമത്തിന് വില കൊടുക്കുമ്പോൾ, അങ്ങനെ ദൈവനാമത്തിന് വില കൊടുക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിരിക്കുന്നവരെ നമ്മൾ ചിലപ്പോൾ ചൊറി, അപമാനിക്കും, പരിഹസിക്കും. അതൊന്നും കേട്ട് നീ കണ്ടുപോലെ നീ ആർക്ക് വേണ്ടിയാ സഹിക്കുന്നത്? യേശുവിന് വേണ്ടിയാ സഹിക്കുന്നത്. നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതിനൊരു മാറ്റമില്ല, അതിനൊരു മാറ്റമില്ല. സ്തോത്രം. ഇന്ന് പകലോർത്തു, ദിവ്യാഗ്രഹം ഒരുവന്റെ ഉള്ളത്തിനകത്ത് കയറുമ്പോഴേ, സാർത്ഥത ഒരുവന്റെ ഉള്ളത്തിനകത്ത് കയറുമ്പോഴേ ഓർത്തോണം, ആരുമായിട്ട് വിട്ടുപോവുക, ദൈവമായിട്ട് വിട്ടുപോവുക. അന്ത്യകാലം വരുക, അന്ത്യകാലം തുറച്ചു നിന്നാലേ ആരോടൊപ്പം പോകാൻ പറ്റത്തുള്ളൂ? ദൈവത്തോടൊപ്പം പോകാൻ പറ്റത്തുള്ളൂ. കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് കർത്താവിനോടൊപ്പം പോകണമെങ്കിൽ അന്ത്യകാലം വരെ സഹിച്ചു നിൽക്കുവാൻ തയ്യാറാവണം. സ്തോത്രം. കാലം മാറും, വർഷം മാറും, ദിവസങ്ങൾ മാറും, കർത്താവിന്റെ വിളി മാറത്തില്ല. കർത്താവ് അന്ന് നിന്നും നമ്മളെ വിളിച്ചിരിക്കുന്നില്ല. ആ വിളിക്ക് നമ്മൾ യോഗ്യരായിട്ട് അവസാനം വരെ കാണണമെങ്കിൽ ആർക്ക് വേണ്ടി നിൽക്കണം? കർത്താവിന് വേണ്ടി. എങ്കിലേ ആരനുഗ്രഹിക്കട്ടു? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് ഒരിക്കലും നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി മറുപടിയുണ്ട്. നമ്മൾ വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയുണ്ട്. നമ്മൾ അപമാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറുപടിയുണ്ട്. പരിഹസപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറുപടിയുണ്ട്. സ്തോത്രം. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും എല്ലാം സഹിച്ചു, എവിടെങ്കിലും എല്ലാം തകർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആരും മറുപടി തരും? കർത്താവ്. സ്തോത്രം. എല്ലാ ദൈവമക്കളും എഴുന്നേക്കാം, കർത്താവിന്റെ സ്ഥലത്തേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകലും അഭികാലേ സ്തോത്രം. എല്ലാം വിട്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ, സ്തോത്രമല്ലേ, എല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ ഓടി ഒരുവൻ അവന് സൗഖ്യം ലഭിച്ചതുപോലെ ഇന്ന് പ്രിയ മക്കളെ, അന്തികാല ലക്ഷണമാ ദിവ്യാഗ്രഹം നിന്റെ ഉള്ളത്തിനകത്ത് കയറുമെങ്കിൽ, സാർത്ഥത നിന്റെ ഉള്ളത്തിനകത്ത് കയറുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇത് അന്ത്യകാലമാ. ഇത് പിശാച് കൊണ്ടുവരുന്ന പദ്ധതിയാ. നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ള പദ്ധതിയാ. നീ അതിനകത്ത് വീട് പോലെ അപ്പാ പിതാവേ, ഇന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചു, ആ ദൈവത്തിന്റെ ദൂത് പ്രാപിച്ചു, ദൈവത്തിന്റെ നന്മ പ്രാപിച്ചു. ഇന്ന് പകലൊന്ന് പൂർണ്ണമായി സമർപ്പീര്. ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. കർത്താവേ, ഇന്ന് പകല് കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഇന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം. കർത്താവേ, ഇന്ന് കർത്താവ് നമുക്ക് അനുഗ്രഹിക്കണം. കർത്താവേ, സ്തോത്രം. ഇന്ന് സഭയ്ക്കകത്ത് അമികാലം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അമികാലം ഈ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവ കർത്താവ് ഒരു പുതിയ വാഹനം ഒരു ശബ്ദവും കാണാത്തില്ല.
വാതിലുകൾ ദൈവത്തിന്റെ കരത്താൽ സൂക്ഷിക്കട്ടെ. ആ വാതിലത്തിലാണ് അതെല്ലാം വേഗത്തിൽ തീർക്കുവാൻ കഴിയട്ടെ. അതെല്ലാം അണിഞ്ഞു പോയിട്ട് ദൈവകർത്താവ് ഈ വാതിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ വാതിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ വാതിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവഭക്തന്റെ ജീവിതത്തിനകത്ത് ഈ വാതിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുക. പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വാതിലത്തെ അനുഗ്രഹിക്കുക. ഞങ്ങൾ സഭയായി അനുഗ്രഹിക്കുക. ശത്രുവിന്റെ ഒരു ദൃഷ്ടിയുമല്ലാതെ പതിയാൻ അനുവദിക്കരുത്. യാത്ര